പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് തൻ്റെ രാജ്യത്തിനും തൻ്റെ മഹത്വത്തിനുമാണ്. ഹല്ലേലൂയ. എന്നാൽ ആ വിളിക്ക് തക്കവണ്ണം നടക്കണമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ വിളിച്ച വിളി എന്തെന്നറിഞ്ഞ് ആ വിളിക്ക് തക്കവണ്ണം നടക്കണം. ഈ രാവിലെ സമയത്തും നാം വചനം കേൾക്കുമ്പോൾ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ നടപ്പ് നമ്മുടെ വിളിക്കും ദൈവിക പദ്ധതിക്കും അനുസരിച്ചായിരിക്കണം. ലോകത്തിൽ മറ്റു ജാതികളെപ്പോലെ തോന്നിയതുപോലെ നടക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ അപ്പൻ വിളിച്ചപ്പോൾ അവൻ്റെ രാജ്യത്തിലേക്കാണ് വിളിച്ചത്, അവൻ്റെ മഹത്വത്തിലേക്കാണ് വിളിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നടപ്പ് അതിന് തക്കവണ്ണമായി തീരട്ടെ. അതിനുവേണ്ടി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അപ്പൻ മക്കളെ എന്ന പോലെ ഞാൻ നിങ്ങളെ നടത്തി. ഒരപ്പൻ എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്, മക്കളെ എങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെ നടത്തുന്നത്. പ്രിയരെ, ഈ പകൽക്കാലം ഹല്ലേലൂയ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ കുടുംബക്കാരെ ഇതുപോലെ നടത്തുവാൻ ബാധ്യസ്ഥരത്രേ. ഒന്ന്, നിങ്ങൾ തന്നെ മനസ്സിലാക്കണം നിങ്ങളുടെ വിളി എന്തെന്ന്, നിങ്ങൾ ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ നടപ്പിനെ ക്രമപ്പെടുത്തണം. 20-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവൻ എൻ്റെ രക്ഷയെ കാണും. ഹല്ലേലൂയ. ജോഷുവയോട് ദൈവം പറഞ്ഞു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിൻ്റെ നടപ്പ് അങ്ങനെയെങ്കിൽ നിശ്ചയമായി നീ കൃതാർത്ഥനായിത്തീരും. നിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു തരും. ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു, അവൻ കർത്താവിനോട് കൂടെ 300 സംവത്സരം നടന്നു. അങ്ങനെയെങ്കിൽ ഈ രാവിലെ സമയത്തും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നടപ്പ് നമ്മുടെ വിളിക്കും നമ്മുടെ കർത്താവിൻ്റെ പദ്ധതിക്കും അനുസരിച്ചായിരിക്കട്ടെ. അതിനുവേണ്ടി പഠിപ്പിക്കാൻ അത്രേ തിരുവചനം നമ്മുടെ മുമ്പാകെ വിളമ്പുന്നത്. അതിനുവേണ്ടിയാണ് ഈ തിരുവചനം നാം വായിക്കുകയും നാം ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരപ്പൻ മക്കളെ എങ്ങനെയാണോ നടത്തുന്നത് അങ്ങനെ വേണം നിങ്ങളെ നടത്താൻ. ഹല്ലേലൂയ. മക്കളെ നടത്തുന്ന ഒരപ്പൻ്റെ ഉത്തരവാദിത്വം എന്തോ അതത്രേ ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, ഒന്ന്, നാം പ്രബോധിപ്പിക്കണം. പ്രിയരെ, നിങ്ങൾ അപ്പന്മാരാണോ, നിങ്ങൾ മക്കളെ പ്രബോധിപ്പിക്കണം. കർത്താവിൻ്റെ വചനം വെച്ച് പ്രബോധിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ധ്യാനിക്കണം. നിങ്ങളുടെ വീട്ടിനകത്തെ ചെറിയ കൂട്ടായ്മയുടെ നടുവിൽ ദൈവവചനം പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ വലിയ പ്രസംഗകരായിരിക്കത്തില്ല, നിങ്ങൾ വലിയ ബൈബിൾ സ്കോളേഴ്സ് ആയിരിക്കത്തില്ല, എങ്കിലും നിങ്ങൾക്ക് ദൈവം തരുന്നൊരു ഉത്തരവാദിത്വമാണ്. ഒരു വാക്യമേ അറിയത്തുള്ളൂ, അത് നിങ്ങളുടെ മക്കളെ പ്രബോധിപ്പിക്കണം. നിങ്ങളുടെ ഹല്ലേലൂയ സഹോദരന്മാരെ നിങ്ങൾ പ്രബോധിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളും അതേ വചനം ഫോളോ ചെയ്യാൻ അനുസരിപ്പാൻ ബാധ്യസ്ഥരത്രേ. ഒന്ന്, നിങ്ങൾ വചനത്തെ പഠിപ്പിക്കുക. 2, വേദപുസ്തകം പറയുന്നു, അവരെ നിങ്ങൾ ഉത്സാഹിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഉത്സാഹിപ്പിക്കണം, ബലപ്പെടുത്തണം. ഈ ലോകത്തിൽ നിങ്ങൾ നോക്കുക, ഏതൊരു ഓഫീസിൽ പോയാലും ഏതൊരു സ്ഥാപനത്തിൽ പോയാലും തൊഴിലാളികളെ ഉത്സാഹിപ്പിക്കുവാൻ ഹല്ലേലൂയ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഒരു തൊഴിലാളി തന്നെ ഏൽപ്പിച്ച വേല നന്നായി ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനങ്ങൾ പല രീതിയിലും കൊടുക്കും, പല രീതിയിലും അവരെ പ്രോത്സാഹിപ്പിക്കും, അവരെ ഹല്ലേലൂയ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രിയരെ, എത്ര വലിയൊരു വിളിയാണ് ദൈവം നമുക്ക് തന്നത്. ഈ ലോകത്തിലെ ജോലിയെക്കാട്ടിലും, ഈ ലോകത്തിൻ്റെ പദവിയെക്കാട്ടിലും, ഈ ലോകത്തിൻ്റെ ഏത് സ്ഥാനത്തെക്കാട്ടിലും വലിയൊരു സ്ഥാനമാണ് ദൈവം നമുക്ക് തന്നത്. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര
അത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. നമ്മെ അവൻ്റെ മക്കളാക്കി വെച്ച് ഈ ഭൂമിയിലാക്കിയപ്പോൾ തൻ്റെ രാജ്യത്തിലേക്കും തൻ്റെ മഹത്വത്തിലേക്കും വിളിച്ചവൻ്റെ വിളിക്കൊത്തവണ്ണം നാം നടക്കണം. അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. ഒരു നാളും ക്രിസ്തീയ ജീവിതത്തിൽ മനുഷ്യരെ നാം തളർത്തരുത്. എല്ലാവരെയും വാക്കിനാൽ ബലപ്പെടുത്തി തളർന്നിരിക്കുന്നവരെ താങ്ങി നടത്താൻ ഒരു അപ്പൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഒരപ്പൻ്റെ ആർദ്രത ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരപ്പൻ്റെ മനസ്സ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, നാം പ്രബോധിപ്പിക്കണം. രണ്ട്, പ്രോത്സാഹിപ്പിക്കണം, ഉത്സാഹിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, നാം സാക്ഷ്യം പറയണം. പ്രിയരെ, ജീവിതത്തിൽ നാം ഒരു പ്രതിസന്ധി കണ്ടയോ എല്ലാം പോയി, ഇനിയൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ തളർത്തുകയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം പറയണം. ഒന്നുമില്ലാത്തടത്തുനിന്ന് ദൈവം ഇതുവരെ കൊണ്ടുവന്നു എന്ന് പറയാൻ ധൈര്യം കാണിക്കണം. യാക്കോബ് പറഞ്ഞത് അറിയത്തില്ലേ? യാക്കോബ് പറഞ്ഞു, ഹല്ലേലൂയ, ആ യാബോക്കിൻ്റെ കടവിൽ വന്നപ്പോൾ ഒരു കാര്യം ദൈവത്തോട് സമ്മതിച്ചു, കർത്താവേ, ഒരു വടിയോടുകൂടെ മാത്രമാണ് ഞാൻ ഈ യോർദാൻ കടന്നത്, എന്നാൽ ഇപ്പോൾ 2 കൂട്ടമായി, ഇതെൻ്റെ കഴിവല്ല എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ യാക്കോബ് തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ പേര് ഇസ്രായേലായി മാറിയത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? അപ്പസ്തോലനെ പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, അപ്പസ്തോലൻ എന്ന പേരിന് പോലും ഞാൻ യോഗ്യനല്ല, എന്നാൽ എൻ്റെ കർത്താവ് എന്നെ ഇതിന് പ്രാപ്തനാക്കി. ഇതാ സാക്ഷ്യം. ഇന്ന് രാവിലെയും നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് പറയുമോ? പാട്ടുകാരൻ പറയുന്ന പോലെ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ, ഹല്ലേലൂയ, കർത്താവേ, നീ മാത്രമാ കാരണം. ഞങ്ങൾ ഇതുവരെ വന്നത് അങ്ങയുടെ കൃപയാ, അങ്ങയുടെ കഴിവ്, അങ്ങയുടെ ബലമാ, അങ്ങയുടെ ശക്തിയാ, അങ്ങയുടെ കരുണയാ, അങ്ങയുടെ കൃപയാ ഇതുവരെ കൊണ്ടുവന്നത്. ഒന്ന് സാക്ഷ്യം പറയുമോ? നിങ്ങളുടെ മക്കളെ ബലപ്പെടുത്താൻ സാധിക്കും. 3 കാര്യങ്ങൾ. 1, നിങ്ങൾ പ്രബോധിപ്പിക്കണം. 2, നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. 3, നിങ്ങൾ അവരുടെ മുമ്പാകെ സാക്ഷ്യം പറയണം. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഏറ്റുപറയണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു തലമുറയെ ഉയർത്തുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തും. ഇന്ന് പകൽക്കാലം കർത്താവ് അതിന് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളെ, ഹല്ലേലൂയ, ജയോത്സവമാക്കി നടത്തുന്ന നമ്മുടെ അപ്പൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.